നിങ്ങൾ അറിഞ്ഞോ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്, ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ട് ആൾക്കാരൊക്കെ അൺവാണ്ടഡ്ലി ഒരിത് ഉണ്ടാക്കിയിട്ട് അവർ വന്ന് കണ്ടിട്ട് വീട് കണ്ടിട്ട് പയ്യതിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റി എവിടെ നിന്ന് വരുന്നു, ലൈക്ക് വൈ കാൺ പീപ്പിൾ തിങ്ക് നമുക്കും ജീവിക്കണം, മറ്റുള്ളവർക്കും ജീവിക്കണം, എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കണം എന്നെന്താണോ ചിന്തിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. നമ്മൾ പറഞ്ഞത് ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ട്, കുറച്ച് ചട്ടിയും കലവും പാത്രമുണ്ട്, അതിൽ ഫുഡ് ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കുന്നത് നാണമില്ലല്ലോ. അങ്ങനെ കെ ഫാമിലിയിലെ സിന്ധു കൃഷ്ണ പിന്നെയും വന്നിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ സിന്ധു കൃഷ്ണ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട്. അതായത് ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്കാരാണ്, എന്തിനാണ് യവന്മാരെയൊക്കെ മൈൻഡ് ചെയ്യുന്നത്, ഇവരെന്തോ വലിയ അങ്ങ് കൊമ്പത്തെ ആൾക്കാർ, ഇവർ ജനിച്ചപ്പോഴേ ഇവർക്കെന്തോ സ്വർണ്ണ കരണ്ടി എങ്ങാണ്ടായിരുന്നു ഇവരുടെ വായിൽ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തതാണ്. അന്നും ഇന്നും ഇവരുടെ ഒരു നിലപാടിനകത്തോട്ടൊന്നും ഒരു മനുഷ്യർക്കും യോജിപ്പില്ല, അത് വേറൊരു കാര്യം. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് സിന്ധു കൃഷ്ണ വന്നിട്ടുണ്ട്. എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അല്ല നേരായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഇടുന്നത്, അല്ലെങ്കിൽ അതിപ്പോൾ ട്രാവൽ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഹോം ബ്ലോഗ് ഇടും. എനിക്കത് നിങ്ങൾ അറിഞ്ഞോ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്, ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ട് ആൾക്കാരൊക്കെ അൺവാണ്ടഡ്ലി ഒരിത് ഉണ്ടാക്കിയിട്ട് അവർ വന്ന് കണ്ടിട്ട് വീട് കണ്ടിട്ട് പയ്യതിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, എന്തൊരു ഫീലിംഗ് അവസരം. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇടാനൊരു താല്പര്യമൊന്നുമില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞു തരുന്നത്, ഇതുപോലെ ഞങ്ങളുടെ വീഡിയോസിന്റെ ഒക്കെ നമ്മളെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വി ആർ മേക്കിംഗ് മണി. പക്ഷെ നമ്മുടെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിനെ മുറിച്ച് വിറ്റ്, ഇതിനെ കട്ട് ചെയ്ത് മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലൂടെ ധാരാളം പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ നമ്മുടെ സ്വന്തം കണ്ടന്റാണ് ഇടുന്നത്, നമ്മൾ നാട്ടുകാരുടെ കണ്ടന്റ് ഒന്നും ഇടാറില്ല. ഞങ്ങളുടെ കണ്ടന്റൊക്കെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് മുറിച്ചിട്ട് നിങ്ങൾ കണ്ടോ ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന കുറച്ച് ആൾക്കാർ, നമ്മളെപ്പോലെയുള്ള കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. സിന്ധു കൃഷ്ണയുടെ സ്വന്തം അമ്മ വീട്ടിൽ കിടന്നങ്ങാണ്ട് ബഹളം ഉണ്ടാക്കുന്നതോ അടി ഉണ്ടാക്കുന്നതിൻ്റെയോ CCTV ഫൂട്ടേജ് എടുത്തിട്ട് നാട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് അത് എന്ത് തരം അസുഖമാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഒരാളെ പറ്റിയിട്ട് കുറ്റം പറയുന്ന സമയത്ത് നിങ്ങളും ക്ലിയർ ആണോ എന്ന് നിങ്ങൾ ആദ്യമേ ചിന്തിക്കണം. നിങ്ങൾക്കിത് പറയാനുള്ള എന്ത് യോഗ്യതയുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഈ അടുത്ത് നിങ്ങളുടെ ഫാമിലി കാണിച്ചു കൂട്ടുന്ന കുറച്ച് പരിപാടികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പ്രത്യേകിച്ച് ഈ പറയുന്ന നിങ്ങളുടെ അമ്മയുടെ കേസ് ആയിക്കോട്ടെ, അഹാനയുമായിട്ടുള്ള വിഷയങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നത്. അതിൻ്റെ CCTV ഫൂട്ടേജ് എടുത്ത് റാൻഡമായിട്ടുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക. ഇതൊക്കെ അത്ര ശരിയുള്ളൊരു കാര്യമാണോ? പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഇവർ മൊത്തത്തിൽ കിളി പറഞ്ഞ് നടക്കുന്ന ഒരു കുടുംബമാണ്. ഇവർ വാ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ഇവരുടെ ഈ അഹങ്കാരഭാവമാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും കൈവരിക്കുകയും അത് കണ്ടിട്ട് അവർ അതിന്റെ ആ ഒരു ട്രെൻഡിന്റെ കൂടെ പോവുകയും ചെയ്യുന്ന ഒരുപാട് പബ്ലിക് ആൾക്കാരുണ്ട്. ഇവൻ ഞാൻ അമിതാഭ് ബച്ചന്റെ ഒക്കെ തന്നെ പോസ്റ്റിന്റെ ഒക്കെ താഴെ ഈ നെഗറ്റീവുകൾ ഒരുപാട് എഴുതുന്നുണ്ട്. എനിക്കറിയില്ല മനുഷ്യരുടെ ഉള്ളില് ഇത്രത്തോളം. അമിതാഭ് ബച്ചനെയും നിങ്ങളെയും തമ്മിൽ ഒന്നും കമ്പയർ ചെയ്യല്ലേ. അമിതാഭ് ബച്ചന്റെ കുടുംബജീവിതമൊന്നും അമിതാഭ് ബച്ചൻ പബ്ലിക്കിൽ കൊണ്ടുവന്നിടുന്നില്ല. ഐശ്വര്യ റോയിയും അഭിഷേക് ബച്ചനും എന്ത് ചെയ്യുന്നു, രാവിലെ എണീറ്റ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്താണ്, ഞങ്ങൾ വീട്ടിൽ എന്ത് കറി വെച്ചു എന്നുള്ള രീതിയിൽ അവർ കാണിക്കുന്നില്ല. നിങ്ങളൊക്കെ കാണിക്കുന്ന എന്താ, എന്ത് തരം പരിപാടികളാണ് കാണിക്കുന്നതെന്നിരുന്ന് ചിന്തിക്കുക. പണ്ട് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോലും ഇപ്പം നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിസ്റ്റേക്ക്. അത് നിങ്ങൾക്കങ്ങ് വായി തോന്നുന്നത് എന്തും പറയാം, ബാക്കിയുള്ളവർ അത് പ്രതികരിക്കുമ്പോഴാണ് പ്രശ്നം. ഈ പറയുന്ന സിന്ധു കൃഷ്ണയുടെ കേസ് മാത്രമല്ല, ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും പ്രശ്നം അത് പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് പബ്ലിക്കിലിടുക, എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. നെഗറ്റിവിറ്റി എവിടെ നിന്ന് വരുന്നു, ലൈക്ക് വൈ കാൺ പീപ്പിൾ തിങ്ക് നമുക്കും ജീവിക്കണം, മറ്റുള്ളവർക്കും ജീവിക്കണം, എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കണം എന്നെന്താണോ ചിന്തിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് വലുതാക്കി ഡെക്കറേറ്റ് ചെയ്ത് എന്തൊക്കെയാ അല്ലേ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ ഐ ജസ്റ്റ് ലൈക്ക് ടു സേ എല്ലാവരും തിങ്ക് പോസിറ്റീവ്. പോസിറ്റിവിറ്റി മാത്രം തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. രണ്ടാമത്തെ മകൾ പറഞ്ഞിട്ടില്ലേ, സ്വന്തം അമ്മയല്ലാതെ എനിക്ക് വേറെ ആരെ അച്ഛൻ അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതായത് ഇതിന് അശ്വിൻ്റെ അമ്മയെ പോലും അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. മരുതൻകുഴിയിൽ എനിക്കൊരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവരെ വിളിച്ചാൽ മതി എന്നൊക്കെയുള്ള ധിക്കാരമായിട്ടുള്ള സ്വഭാവം ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. എന്തിന് അവർ അപ്പച്ചിയുടെ കേസ് തന്നെ എടുക്കാം. ആ ഒരു ബർത്ത്ഡേ സമയത്ത്, കൊച്ചിൻ്റെ ബർത്ത്ഡേ സമയത്ത് അപ്പച്ചി പിടിച്ച് മാറ്റി നിർത്തുക. അപ്പം നിങ്ങൾക്കപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തിന് ഈ നെഗറ്റീവ് സ്വഭാവങ്ങൾ മാത്രം കാണിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണിക്കുന്ന ഫുള്ള് നെഗറ്റീവാണ്. നിങ്ങൾക്കത് പോസിറ്റീവായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ നമുക്കൊന്നും അത് തോന്നുന്നില്ല.
ആർക്കും ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവമൊന്നും ചെയ്യാതിരിക്കുക, ട്രാവൽ ചെയ്തിരുന്നത് കൊണ്ടും ഒക്കെയാണ്. ആൻഡ് ഈ പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ എല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കാറൊന്നുമില്ല. നമ്മൾ കാണിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ അവർ കാത്തിരിക്കുമായിരിക്കും. കുറെ ദിവസം ആയല്ലോ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ, വീഡിയോ ഇടുമ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളോട് നമ്മുടെ വീഡിയോസിനോട് താല്പര്യമുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഫുൾ വീഡിയോസ് കണ്ടില്ലെങ്കിലും നമ്മളോട് താല്പര്യമില്ലാത്ത ധാരാളം പേര് ഞങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കുത്തും കോമയും ഒന്നും ഇടാതെ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു ഇതിൽ നിന്ന് ഏത് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സൂക്ഷ്മതയായിട്ട് നോക്കുന്ന എന്താ, നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പൊട്ടത്തരം വരുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നത്. കാര്യം വാ തുറന്നു കഴിഞ്ഞാൽ അഹങ്കാരം, ഞങ്ങളെ വെച്ചേച്ച് ആരുമില്ല എന്ന് പറയുന്ന സംഭവമാണ്. എന്തിന്? നിങ്ങളുടെ ഹസ്ബൻഡ് കൃഷ്ണകുമാറിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പുള്ളി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കോ. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലായിരുന്നു ഞങ്ങൾ എവിടെ പോയേനെ. അതും പോട്ടി, ഈ കുറ്റം പറയുന്ന ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. അവരുണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയതും ഞങ്ങൾക്ക് വരുമാനം കൂടിയതും. അവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ നന്ദി പറയുക, പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നൊക്കെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ പുച്ഛയുടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെപ്പോലെയുള്ള അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഫാമിലി ലൈഫ് മാത്രം വിറ്റ് പൈസയാക്കി ജീവിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. എല്ലാവരും റിയാക്ട് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാരണമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കഞ്ഞി ഓടിക്കുന്നത്. ആ ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഈ ഒരു വൃത്തികെട്ട ഈ കുറേ സ്വഭാവങ്ങളൊക്കെ മാറ്റുക. അതായത് ഇങ്ങനെയൊക്കെയുള്ള അതായത് ഫാമിലി ലൈഫ് എടുത്ത് പബ്ലിക്കിൽ ഇടുക, അടി ഉണ്ടാക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുക, ഈ അമിതമായിട്ടുള്ള പൊങ്ങച്ചം, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. ട്രോളാക്കാൻ പറ്റുന്ന എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കാണുന്ന ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ എനിക്ക് അങ്ങനെ എത്ര പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അതെടുത്ത് അത് കൊണ്ടിട്ടിട്ട് അവരുടനെ റിയാക്ഷൻ വീഡിയോ, സിന്ധു കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, നമ്മൾ പറഞ്ഞത് ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ട്, കുറച്ച് ചട്ടിയും കലവും പാത്രമുണ്ട്, അതിൽ ഫുഡ് ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കുന്നത് നാണമില്ലല്ലോ. ഞാൻ നമ്മൾ ആരെങ്കിലും പറയോ? ഇതുപോലെ തന്നെയാണ്. എനിക്കൊരു ഫോണുണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കുഴപ്പമില്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇടുന്നുണ്ട്, എനിക്ക് അതിനകത്ത് നിന്ന് കാശ് കിട്ടുന്നുണ്ട്. അതിനിപ്പോ ആർക്കാ ഇത്ര സങ്കടം? ഞങ്ങൾക്ക് ആർക്കും ഒരു സങ്കടവും ഇല്ല. നിങ്ങൾ അങ്ങനെ കാശ് ഉണ്ടാക്കിക്കോ. പക്ഷേ ഒരുമാതിരി പുച്ഛഭാവം ഉണ്ടല്ലോ, ബാക്കിയുള്ള എല്ലാവരെയും വന്നിരുന്ന് ആക്ഷേപിക്കുക, സ്വന്തം കാര്യങ്ങൾ സ്വന്തം പേഴ്സണൽ ലൈഫ് എടുത്ത് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് നമ്മളാരും മറുപടി പറയാതിരിക്കരുത് എന്നുള്ളൊരു ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല. നിങ്ങളുടെ ഫോണ് നിങ്ങളുടേത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സും പിന്നെ എന്ത് പറയുന്നത് വ്യൂവർഷിപ്പും ഉള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തോടെ ഒരുപാട് പേർക്ക് വിയോജിപ്പാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി, എല്ലാവരും നിങ്ങളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്ന്. ഒരിക്കലും ഇല്ല. അതിൻ്റെ പകുതി ആൾക്കാർ നിങ്ങളെ വെറുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നു, അമ്മയുടെ CCTV ഫുട്ടേജ്, പിന്നെ പറയാൻ നിന്ന ഒരുപാടുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ സങ്കടം ഉണ്ടെന്ന് തന്നെ വെച്ചോ, എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറ്റുന്നിടത്തോളം കാലം അത് കണ്ടിന്യൂ ടു മേക്ക് വീഡിയോസ്. ഇപ്പൊ അടുത്തൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് കുറച്ചാക്കി എന്ന് വെച്ചിട്ട് അത് വേറെ നിങ്ങളൊക്കെ വന്ന് എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഇടുന്നു എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല ഞാൻ നമ്പർ ഓഫ് വീഡിയോസ് കുറച്ച്. ശരിക്കും പേഴ്സണലി എനിക്ക് അത്യാവശ്യം ശരിക്കും ബിസി ആയതുകൊണ്ടും ഇടയ്ക്ക് കുറച്ച് സുഖമില്ലായിരുന്നതുകൊണ്ടും ഇടയ്ക്ക് കുറച്ച് ട്രാവൽ ചെയ്തിരുന്നതുകൊണ്ടും ഒക്കെയാണ്. ആൻഡ് ഈ പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ എല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കാറൊന്നുമില്ല. നമ്മളെ പബ്ലിക്കാക്കുന്നു, കാണേണ്ടവർ കാണുന്നു. അത് നന്നായിട്ട് അതിൽ നിന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ ഉള്ളതുകൊണ്ട് പൈസയും കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് ഈ എഴുതുന്ന എനിക്ക് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് പേഴ്സണലി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ എഴുതുന്ന ആൾക്കാർ അവരാരെങ്കിലും ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതിനോട് മാത്രം ആൾക്കാർക്ക് എന്താ ഇങ്ങനൊരു വികാരം? യൂട്യൂബിൽ വീഡിയോ ഇട്ട് പൈസ. ഈ നമ്മളെ ഓരോ വീഡിയോയുടെ താഴെയും കമന്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അവർക്ക് അറിഞ്ഞോ അറിയാതെയോ അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ യൂട്യൂബ് ചാനൽ. അപ്പൊ ഈ എല്ലാവർക്കും വേണമെങ്കിൽ അവരുടെ ഫോണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഐഫോൺ, ഒരു എന്ത് ഫോണാണെന്ന് പറയുന്നത്, സ്മാർട്ട് ഫോണാണ്. ഒരു തരക്കേടില്ലാത്തൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാം. എന്ത് വേണോ എടുക്കാം. നിങ്ങളെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ വീടിനെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ ചെടികളെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ വീട്ടിലെ മറ്റാൾക്കാരെ കുറിച്ചെടുക്കാം. നിങ്ങൾ രാവിലെ എവിടെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കടയിൽ പോകുന്നു, സാധനം മേടിക്കുന്നു, നിങ്ങൾ കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നു, മഴ പെയ്യുന്നു, വീഡിയോ വെട്ടുന്നു, അപ്പുറത്തെ വീട്ടിൽ അത് ഇത് ചെടി മരം, അങ്ങനെ എന്ത് വേണോ എടുക്കാം. എടുക്കാം. അത് വീഡിയോ ഇടൂ. അത് നാട്ടുകാർ കാണട്ടെ. കണ്ടിട്ട് അതിന് ഒരുപാട് വ്യൂ കിട്ടുകയും നിങ്ങൾക്കിപ്പം യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള പോഡ്കാസ്റ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം, നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ
മടിയാണ് അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നതുകൊണ്ട്. അതായത് കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ എടുക്കുക. അപ്പുറത്തെ വീട്ടിലോട്ട് അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിനകത്ത് എന്ത് ചെയ്യുന്നു, കറി വെക്കുന്നു, എടുക്കുന്നു, ഇതൊക്കെ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്കും പബ്ലിക് ഇടാം. എല്ലാവരും നിങ്ങളെ പോലെ ആവണമെന്നുണ്ടോ? എല്ലാവരും ഇത് കണക്ക് പേഴ്സണൽ ലൈഫ് എടുത്ത് അവർക്ക് പബ്ലിക്കിൽ ഇടാൻ താല്പര്യമുള്ള ആൾക്കാരാണോ? അല്ല. നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ, അതായത് പബ്ലിക്കിൽ സ്വന്തം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുക, ഈ ഒരു സ്വഭാവം. ഇപ്പോഴും ഇവരുടെ ആ ഒരു സംസാര രീതി കണ്ടില്ലേ? അതായത് ഇവർ യൂട്യൂബ് വഴി കാശ് ഉണ്ടാക്കുന്നതാണ് ജനങ്ങളുടെ പ്രശ്നമൊന്നും ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കാശ് ഇപ്പം ജീവിക്കാനുള്ളതുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു സാധനം വേണമെന്നില്ല. കാര്യം മാക്സിമം പൈസ നിങ്ങൾ എന്തായാലും ഒപ്പിച്ച് കഴിഞ്ഞു. അപ്പം ജനങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നതിനകത്ത് അസൂയ? നിങ്ങളുടെ പ്രവൃത്തിയാണോ ആർക്കും ഇഷ്ടമല്ലാത്തത്? നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി എന്താ? നിങ്ങളെല്ലാവരും എന്തോ കാണിക്കുന്നത്? അതിനെയാണ് വിമർശിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഇത്രയും കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ, അങ്ങ് എന്തോ വലിയ സംഭവമാണ്. നേരത്തെയൊക്കെ യൂട്യൂബേഴ്സിന് പുച്ഛമായിരുന്നു, ജോലിയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സിനായിരുന്നു. പക്ഷേ ഇപ്പം കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്കും ചാനലുണ്ട്, നിങ്ങളും തുടങ്ങണം, അതിൽ നിന്ന് കാശ് കിട്ടുമെന്ന്. എന്താ പറയുക, ഒരു നിലപാടെന്ന് പറയുന്ന ഒരു സാധനം ഇവർക്ക് ആർക്കുമില്ല. ഓരോ ആൾക്കാരെ എടുത്ത് നോക്കുക, കഷ്ടം തോന്നുന്നുണ്ടായാലും. വന്നിരുന്ന് പറയുന്ന സമയത്ത് ആലോചിക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി പറയുവാണ്, ആ CCTV ഫൂട്ടേജ് എടുത്ത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണോടെ? നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട സംഭവമാണ്. അതാണ് നിങ്ങൾ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുന്നത്. അത് സ്വന്തം അമ്മയുടെ ആ ഒരു CCTV ഫൂട്ടേജ്. നമ്മളാരും ഇങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിക്കാറില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.